നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. വെള്ളപ്പൊക്ക ഭീതി ഒഴിഞ്ഞ് മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞു. റോട്ടറി ക്ലബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജ്. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് വ്യക്തിഗത ശുചീകരണ ഉപകരണങ്ങൾ നൽകി. ബൂട്ട്, ഗ്ലൗസ്, മഴക്കോട്ട്, മാസ്ക് തുടങ്ങിയ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. MC റോഡിൽ വെള്ളൂർക്കുന്നം മുതൽ മണ്ണൂർ വരെയുള്ള പ്രദേശം തകർന്നു. കാലവർഷം ശക്തിപ്പെട്ടതോടെ റോഡിൽ കുഴികൾ. തുടർച്ചയായ അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണെന്ന് മുൻ MLA എൽദോ എബ്രഹാം. കോർമലക്കുന്ന് ഇടിഞ്ഞു വീണിട്ട് 11 വർഷം. സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും നടപ്പായിട്ടില്ല. കാലവർഷം കനത്തതോടെ കുന്നിടിയുമെന്ന് ഭീതി. ഭൂമി തരം മാറ്റ അപേക്ഷകളിലെ കോടതി ഉത്തരവുകൾ തുടർച്ചയായി അവഗണിച്ചു. മൂവാറ്റുപുഴ RDOയ്ക്ക് 25,000 രൂപ പിഴ വിധിച്ച് ഹൈക്കോടതി. കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തി RDO. വാർത്തകൾ വിശദമായി. ശക്തമായ മഴ കുറഞ്ഞതോടെ വെള്ളപ്പൊക്ക ഭീതി ഒഴിഞ്ഞ് മൂവാറ്റുപുഴ. ജലനിരപ്പ് താഴ്ന്നതോടെ മൂവാറ്റുപുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞു. വെള്ളപ്പൊക്ക ഭീതി ഒഴിഞ്ഞ് മൂവാറ്റുപുഴ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർന്നു വന്ന ശക്തമായ മഴയും മലങ്കര ഡാമിൽ നിന്നുള്ള നീരൊഴുക്കും കുറഞ്ഞതോടെയാണ് മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞത്. ജലനിരപ്പ് താഴ്ന്നതോടെ മൂവാറ്റുപുഴയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിയുന്നു. ജലനിരപ്പ് താഴ്ന്നതോടെ മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുണ്ടായിരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. മലങ്കര ഡാമിന്റെ 6 ഷട്ടറുകളിൽ 4 ഷട്ടറുകളാണ് നിലവിൽ 100 സെന്റിമീറ്റർ വീതം തുറന്നു വെച്ചിരിക്കുന്നത്. പുഴയിലെ വെള്ളം കുറഞ്ഞതോടെ മൂവാറ്റുപുഴ പുഴയോര നടപ്പാതയുടെ കൈവരികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് വ്യക്തിഗത ശുചീകരണ ഉപകരണങ്ങൾ നൽകി റോട്ടറി ക്ലബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജ്. 25 തൊഴിലാളികൾക്ക് ബൂട്ട്, ഗ്ലൗസ്, മഴക്കോട്ട്, മാസ്ക് തുടങ്ങിയ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. റോട്ടറി ക്ലബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജ് നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് വ്യക്തിഗത ശുചീകരണ ഉപകരണങ്ങൾ നൽകി. ഹെംലോക്ക് കമ്പനിയുടെ സഹകരണത്തോടെ സല്യൂട്ട് ദി സൈലന്റ് വാരിയർ എന്ന പേരിൽ സംഘടിപ്പിച്ച പദ്ധതിയിൽ ബൂട്ട്, ഗ്ലൗസ്, മഴക്കോട്ട്, മാസ്ക് തുടങ്ങിയ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. ശുചീകരണ ഉപകരണങ്ങളുടെ കൈമാറ്റത്തിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി നിർവഹിച്ചു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CLR ജീവനക്കാർ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ്. അത്രയധികം നഗരസഭയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ ഓരോരുത്തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമല്ല. അവർക്ക് അതാത് ദിവസങ്ങളിൽ അലോട്ട് ചെയ്യപ്പെടുന്ന ഡ്യൂട്ടികൾ കൃത്യമായി അവർ നിർവഹിക്കുന്നു. അതിന് കൃത്യമായി മറ്റൊരു മേൽനോട്ടത്തിന്റെ ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെ നിർവഹിക്കുന്നു എന്നുള്ളതിൽ ഒത്തിരി അഭിമാനമുണ്ട്. ഞാൻ ഈ ഒരു അവസരത്തിൽ അവരെ അഭിനന്ദിക്കുവാനായിട്ട് കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അവിടെ ഏറ്റവും വലിയ ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവരുടെ ഒരു കരുതലായിട്ട് ഈ ഒരു റോട്ടറി ക്ലബ്ബ് മുമ്പോട്ട് വന്നു. അതിനു വേണ്ടിയിട്ട് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എടുത്തിട്ടുള്ള ശ്രീമതി രജിത പി എടുത്തിട്ടുള്ള ഇനിഷ്യേറ്റീവിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. റോട്ടറി ക്ലബ് ഓഫ് മൂവാറ്റുപുഴ ഹെറിറ്റേജ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രവി AK അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന ശുചീകരണ തൊഴിലാളികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഹെംലോക്ക് ചീഫ് എക്സിക്യൂട്ടീവ് പ്രമോദ് കുമാർ, നഗരസഭാ വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത P, നഗരസഭാ സെക്രട്ടറി ഷൈജു വർഗീസ്, ജീനറ്റ് ജെയിംസ്, കിച്ചു കുരുവിള, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. MC റോഡിൽ വെള്ളൂർക്കുന്നം മുതൽ മണ്ണൂർ വരെയുള്ള പ്രദേശം തകർന്ന നിലയിൽ. കാലവർഷം ശക്തിപ്പെട്ടതോടെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടത് തുടർച്ചയായ അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണെന്ന് മുൻ MLA എൽദോ എബ്രഹാം. MC റോഡിൽ മൂവാറ്റുപുഴ മുതൽ പെരുമ്പാവൂർ വരെയുള്ള പ്രദേശം പൂർണ്ണമായി തകർന്നതോടെ ഉടൻ റോഡ് നവീകരണ നടപടികൾ ആരംഭിക്കണമെന്ന് മുൻ MLA. വെള്ളൂർക്കുന്നം മുതൽ മണ്ണൂർ വരെയുള്ള ഭാഗമാണ് കൂടുതലും തകർന്നിട്ടുള്ളത്. പള്ളിച്ചിറങ്ങര, പള്ളിപ്പടി, വാഴപ്പിള്ളി, കാവുംപടി, പള്ളിത്താഴം, പേഴയ്ക്കാപ്പിള്ളി എന്നിവിടങ്ങളിൽ വൻ ഗർത്തം രൂപപ്പെട്ടിട്ടും അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് മുൻ MLA എൽദോ എബ്രഹാം. കാലവർഷം ശക്തിപ്പെട്ടതോടെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടത് തുടർച്ചയായ അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. മഴക്കാലത്തിനു മുൻപേ നടക്കേണ്ട ഓട ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതിനാൽ റോഡ് തകർച്ചയ്ക്ക് ആക്കം കൂട്ടി.
അപകട സാധ്യത കുറയ്ക്കാൻ ആവശ്യമായ സ്പീഡ് ബ്രേക്കർ ഒരിടത്തും സ്ഥാപിച്ചിട്ടില്ലെന്നും MC റോഡിൽ സ്ഥാപിച്ച വഴിവിളക്കുകൾ നന്നാക്കുന്നതിനാവശ്യമായ നടപടികൾ പായിപ്ര പഞ്ചായത്തും മൂവാറ്റുപുഴ നഗരസഭയും സ്വീകരിക്കാത്തതിനാൽ റോഡ് മുഴുവൻ ഇരുട്ടിലാക്കിയെന്നും 2017 ശബരി പാക്കേജിൽ ഉൾപ്പെടുത്തി 15 കോടി ചെലവിൽ റോഡ് നവീകരിച്ച ശേഷം നാളിതുവരെ ഗൗരവമുള്ള ഒരു പ്രവൃത്തിയും നടക്കാതെ പോയത് അലംഭാവം മൂലമാണെന്ന് മുൻ MLA എൽദോ എബ്രഹാം കുറ്റപ്പെടുത്തി. ദൂരെ നിന്ന് യാത്ര ചെയ്തു വരുന്ന ആയിരക്കണക്കിനായിട്ടുള്ള മനുഷ്യരെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയമെന്ന നിലയിൽ അടിയന്തരമായി MC റോഡ് നവീകരിക്കേണ്ടതായിട്ടുണ്ട്. 2017 ഞാൻ MLA ആയിരുന്ന സന്ദർഭത്തിലാണ് 15 കോടി രൂപ ശബരി പാക്കേജിൽ അനുവദിച്ചാണ് മൂവാറ്റുപുഴ മുതൽ റോഡ് മണ്ണൂർ വരെയുള്ള ഭാഗം നല്ല ഒന്നാന്തരമായി അത് നവീകരിച്ചു. കഴിഞ്ഞ 9 വർഷക്കാലമായി ഗൗരവമുള്ള ഒരു വർക്കും MC റോഡിനകത്ത് നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപകടങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുകയാണ്. കുഴികൾ രൂപപ്പെടുന്നതോടുകൂടി ഇരുചക്ര യാത്രക്കാരുൾപ്പെടെ വലിയ ഗർത്തത്തിൽ വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാലവർഷക്കെടുതിയെ തുടർന്ന് റോഡ് ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് പോയിട്ടുണ്ട്. അപകട സൂചന ബോർഡുകൾ ഒരു സ്ഥലത്തുമില്ല, സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല, ട്രാഫിക് പോലീസിൻ്റെ സേവനം പായിപ്ര കവല ഉൾപ്പെടെയുള്ള സ്ഥലത്തില്ല. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, മണ്ണൂർ മുതലെങ്കിൽ നോക്കിയാൽ തൃക്കളത്തൂർ കാവുമ്പടി ജംഗ്ഷൻ, പള്ളിച്ചിറങ്ങര, പള്ളിപ്പടി ജംഗ്ഷൻ, പേഴക്കാപ്പള്ളി കവല, വാഴപ്പള്ളി കവല, വെള്ളൂർക്കുന്നം ജംഗ്ഷൻ ഉൾപ്പെടെ മുട്ടിന് എല്ലായിടത്തും ഒരുപാട് കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. പൊതുമരാമത്ത് അധികൃതരുടെ അശ്രദ്ധ മൂലം നിരവധി അപകടങ്ങൾ പെരുകി. കഴിഞ്ഞ 2 വർഷത്തിനിടെ വിവിധ വാഹനാപകടങ്ങളിലായി നിരവധി പേർ മരിക്കുകയും ഒട്ടേറെ പേർക്ക് ഗുരുതര പരിക്കുകൾ ഉണ്ടായിട്ടും പൊതുമരാമത്ത് മെയിൻ്റനൻസ് വിഭാഗം കുഴിയടയ്ക്കാത്ത നടപടി അംഗീകരിക്കാനാകില്ലെന്നും തകർന്നടിഞ്ഞ MC റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നും എൽദോ എബ്രഹാം ആവശ്യപ്പെട്ടു. പായിപ്ര പഞ്ചായത്തിൻ്റെയും നഗരസഭയുടെയും പരിധിയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട MC റോഡ് എന്ന നിലയിൽ, പ്രധാനപ്പെട്ട റോഡ് എന്ന നിലയിൽ റോഡാണെങ്കിലും കൂരിരുട്ടിലാണ്, ഒരു ലൈറ്റും കത്താത്ത സ്ഥിതിയുണ്ട്. അപ്പോൾ ഒരു കാലത്ത് സ്ഥാപിച്ച വഴിവിളക്കുകൾ അത് അണഞ്ഞു കിടക്കുമ്പോൾ അതിനെ റിപ്പയർ ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി വെളിച്ചം കൊണ്ടുവരുന്നതിന് ഒരു ഗൗരവമേറിയ ഇടപെടൽ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. പായിപ്ര പഞ്ചായത്താണെങ്കിലും നഗരസഭയാണെങ്കിലും ചെയ്യുന്നില്ല. MLA ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ നിശബ്ദത പരിപൂർണമായി വെടിഞ്ഞ് ഗൗരവത്തോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടണം. ഇല്ലെങ്കിൽ ശക്തമായ ജനങ്ങളുടെ രോക്ഷം ഉറപ്പായിട്ടും ഇതിൻ്റെ അധികാരികൾ നേരിടേണ്ടതായിട്ട് വരും. വള്ളിക്കടക്കടവ് പാലത്തിന്റെ പ്രാരംഭ നടപടികൾക്ക് തുടക്കമിട്ടതായി മാത്യു കുഴൽനാടൻ MLA. പാലം യാഥാർത്ഥ്യമായാൽ മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്ന പദ്ധതിയായി മാറും. ആരക്കുഴ, ആവൂലി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വള്ളിക്കടക്കടവ് പാലത്തിന്റെ പ്രാരംഭ നടപടികൾക്ക് തുടക്കമിട്ടതായി മാത്യു കുഴൽനാടൻ MLA. പാലം യാഥാർത്ഥ്യമായാൽ മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുന്ന പദ്ധതിയായി ഇത് മാറും. പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗമാണ് പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. 2 പഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമെന്നതിലുപരി ഇടുക്കി ജില്ലയിൽ നിന്നും വരുന്നവർക്ക് മൂവാറ്റുപുഴ നഗരത്തിൽ പ്രവേശിക്കാതെ തന്നെ എളുപ്പത്തിൽ എറണാകുളത്തേക്ക് പോകാനുള്ള ബൈപ്പാസായി പാലം മാറും. ഇടുക്കിയിൽ നിന്നും വരുന്നവർക്ക് വാഴക്കുളം വഴി പരീക്കപ്പിടിക ജംഗ്ഷനിൽ വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമുള്ള റോഡിലേക്ക് കടന്ന് വള്ളിക്കട പാലത്തിലൂടെ പെരുമ്പല്ലൂരെത്തി MC റോഡിൽ പ്രവേശിക്കാൻ സാധിക്കും. തുടർന്ന് കായനാട് വഴി പെരുവമൊഴിയിലെത്തി കോലഞ്ചേരി, എറണാകുളം എന്നിവിടങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. കോട്ടയം പോകുന്ന യാത്രികർക്കും മൂവാറ്റുപുഴ നഗരം ഒഴിവാക്കി സഞ്ചരിക്കുവാൻ ഈ പാലം ഗുണകരമാകും. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് ഈ പദ്ധതിക്ക് വേണ്ടി 5 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയിലാണ് പദ്ധതിക്ക് അനുമതി നൽകുന്ന കാര്യത്തിൽ ധാരണയായത്. പദ്ധതിയുടെ എസ്റ്റിമേറ്റ് വേഗത്തിൽ തയ്യാറാക്കി സമർപ്പിക്കുവാൻ മന്ത്രി MLAയോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തുടങ്ങിയത്. എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാബു പുത്തൂർ, ജോജി ജോസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാലി അഗസ്റ്റിൻ, പോൾ ലൂയിസ് എന്നിവർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. കോർമലക്കുന്ന് ഇടിഞ്ഞു വീണിട്ട് 11 വർഷം പിന്നിട്ടിട്ടും സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും നടപ്പായിട്ടില്ല. കുന്നിൻ മുകളിലും ചരിവിലും താമസിക്കുന്നവരും വ്യാപാരികളും കാലവർഷം കനത്തതോടെ കുന്നിടിയുമെന്ന ഭീതിയിലാണ്. വെള്ളൂർക്കുന്നം കോർമലക്കുന്ന് ഇടിഞ്ഞു വീണിട്ട് 11 വർഷം പിന്നിട്ടിട്ടും സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് പ്രദേശം സുരക്ഷിതമാക്കണമെന്ന ആവശ്യം നടപ്പായില്ല. മൂവാറ്റുപുഴ നഗരത്തിലെ തിരക്കേറിയ MC റോഡിന് സമീപമുള്ള കുന്നിൻ മുകളിലും ചരിവുകളിലും താമസിക്കുന്നവരും വ്യാപാരികളും കാലവർഷം കനത്തതോടെ കുന്നിടിയുമെന്ന ഭീതിയിലാണ്. മഴയും കാറ്റും ശക്തമായാൽ കോർമലക്കുന്ന് വീണ്ടും ഇടിയാൻ സാധ്യതയുള്ളതിനാൽ ചരിവിൽ താമസിക്കുന്നവർക്ക് മാറി താമസിക്കാൻ റവന്യൂ അധികൃതർ നോട്ടീസ് നൽകി. കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ
പലയിടത്തും മരങ്ങൾ കടപുഴകുകയും വീടുകളുടെ സംരക്ഷണ ഭിത്തികൾ ഇടിയുകയും ചെയ്തതോടെ നാട്ടുകാരുടെ ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത്രയും കാലമായിട്ടും സുരക്ഷാ നടപടികൾ സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാണ്. മഴ കനക്കുന്നതോടെ ഓരോ ദിവസവും ഭീതിയോടെയാണ് വെള്ളൂർക്കുന്നം നിവാസികൾ തള്ളി നീക്കുന്നത്. 2015 ജൂലൈയിലാണ് വെള്ളൂർക്കുന്നം കോർമലക്കുന്ന് ഇടിഞ്ഞത്. രാത്രിയിലുണ്ടായ മലയിടിച്ചിലിൽ ബഹുനില മന്ദിരമടക്കം നശിച്ചിരുന്നു. കുന്നിൻ മുകളിൽ കൂറ്റൻ ജലസംഭരണിയും NSS സ്കൂളും വാട്ടർ അതോറിറ്റി IBയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനിയും മലയിടിഞ്ഞാൽ ജലസംഭരണി ഉൾപ്പെടെ അപകടത്തിലാകും. 2015 മണ്ണിടിച്ചിലിനെ തുടർന്ന് റവന്യൂ, ജല അതോറിറ്റി, ജിയോളജി വകുപ്പ് അധികൃതർ പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയെങ്കിലും നടപടിയൊന്നുമായില്ല. അന്നത്തെ ജില്ലാ കളക്ടർ MG രാജമാണിക്യം കോർമലക്കുന്നിന്റെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനും വേണ്ട റിപ്പോർട്ടും പദ്ധതിയും അധികൃതർക്ക് സമർപ്പിച്ചിരുന്നു. സംരക്ഷണ ഭിത്തി ഉടൻ നിർമ്മിക്കണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. മലയുടെ മുകൾ ഭാഗം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴുമെന്ന നിലയിലാണ്. മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ പുറമേ നിന്ന് നോക്കിയാൽ കോർമലയുടെ അപകടാവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയില്ല. കോർമലയിൽ താമസിക്കുന്ന 4 വീട്ടുകാരെ നഗരസഭയുടെ നേതൃത്വത്തിൽ വീടുകൾ നിർമ്മിച്ച് മാറ്റി താമസിപ്പിക്കുവാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. കോർമലയ്ക്ക് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്ത് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കോട്ടപ്പടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിവിരുദ്ധ മോട്ടിവേഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു. കോട്ടപ്പടി പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അബ്ദുൽ കരീം ക്ലാസുകൾ നയിച്ചു. കോട്ടപ്പടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മുഴുവൻ ഗ്രാമസഭകളിലും സർക്കാരിന്റെ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിവിരുദ്ധ മോട്ടിവേഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു. കോട്ടപ്പടി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അബ്ദുൽ കരീം ക്ലാസുകൾ നയിച്ചു. ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ വളർന്നുവരുന്ന തലമുറയുടെ ഭാവിക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കുമെന്നും പദ്ധതിക്കായി എല്ലാ പിന്തുണയും നൽകുമെന്നും അധ്യക്ഷത വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് ശിവകുമാർ പറഞ്ഞു. വളരെ മനോഹരമായിട്ട് ചെറിയ കൊച്ചു കൊച്ചു കഥകളും അതേപോലെ അനുഭവങ്ങളും അങ്ങനെ നല്ല രീതിയിൽ ഒരുപാട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഈ ലഹരിയുടെ ദോഷവശങ്ങൾ എല്ലാവർക്കും മനസ്സിലാവാൻ പാകത്തിനായിരുന്നു സാർ ക്ലാസ് എടുത്തത്. സാറിനെ ഈ ഒരു അവസരത്തിൽ ആദരിക്കാൻ കഴിഞ്ഞത് ഒരു വളരെ സന്തോഷവും ഒരു അഭിമാനവും തോന്നുന്ന ഒരു നിമിഷം തന്നെയാണിത്. ഇത് ഇത്രയും ഇപ്പൊ കോട്ടപ്പടി പഞ്ചായത്തിന്റെ പേരിൽ വളരെ ആദരവോടുകൂടി തന്നെ സാറിനിത് കൈമാറാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുന്നു. വൈസ് പ്രസിഡന്റ് റംല മുഹമ്മദ്, പോലീസ് സ്റ്റേഷൻ SHO G സുരേഷ് കുമാർ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി, സ്റ്റേഷൻ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മാമലക്കണ്ടം കൊയിനിപ്പാറ ഓഫ് റോഡ് ഡ്രൈവ് സാഹസിക വിനോദസഞ്ചാരത്തിന്റെ വേറിട്ട കാഴ്ചയായി മാറി. കോതമംഗലം മൺസൂൺ മാജിക്കിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാമലക്കണ്ടം കൊയിനിപ്പാറ ഓഫ് റോഡ് ഡ്രൈവ് സാഹസിക വിനോദസഞ്ചാരത്തിന്റെ വേറിട്ട കാഴ്ചയായി മാറി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഓഫ് റോഡ് വാഹനപ്രേമികളുടെയും പ്രദേശവാസികളുടെയും വൻ പങ്കാളിത്തം പരിപാടി ശ്രദ്ധേയമാക്കി. സിനിമാ താരം ടിനി ടോം ഓഫ് റോഡ് ഡ്രൈവ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒരു ഫണ്ട് പോലും നമ്മുടെ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന് സാധിക്കും, കാരണം അദ്ദേഹത്തിന്റെ സഹോദര തുല്യനായ ഒരു മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഇവിടെ പ്രവർത്തിക്കാണ് ഗുണം, പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല. ഇത് പ്രവർത്തിക്കുന്ന MLA ആണ്. അപ്പൊ പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇതൊരു വേൾഡിലെ നമ്പർ 1 ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റും. ഞാനിത് ഏറ്റെടുത്തിരിക്കുന്നു. മാമലക്കണ്ടം കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ 40ഓളം ഓഫ് റോഡ് ജീപ്പുകളാണ് സാഹസിക യാത്രയിൽ അണിനിരുന്നത്. മാമലക്കണ്ടത്തിൽ നിന്ന് കൊയിനിപ്പാറയിലേക്കുള്ള ഏകദേശം 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ട്രാക്കിലൂടെ കുത്തനെയുള്ള കയറ്റിറക്കങ്ങളും ചെളി നിറഞ്ഞ വഴികളും പാറക്കെട്ടുകളും വനപാതകളും പിന്നിട്ടായിരുന്നു യാത്ര. മൺസൂൺ മഴയിൽ കൂടുതൽ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാനെത്തിയ 100 കണക്കിന് ആളുകൾ ഓഫ് റോഡ് ഡ്രൈവിന് സാക്ഷികളായി. മാമലക്കണ്ടം കൊയിനിപ്പാറ മേഖല പ്രകൃതി അനുഗ്രഹിച്ച അപൂർവ സൗന്ദര്യമുള്ള പ്രദേശമാണെന്നും സാഹസിക വിനോദസഞ്ചാരത്തിനും ഇക്കോ ടൂറിസത്തിനും മികച്ച സാധ്യതകളാണ് ഇവിടെയുള്ളതെന്നും അധ്യക്ഷത വഹിച്ച MLA ഷിബു തെക്കുംപുറം പറഞ്ഞു. നമ്മൾ ടൂറിസം മന്ത്രിയുമായി ആലോചിച്ച് ഒരു മാമലക്കണ്ടം ഡെവലപ്മെന്റ് അതോറിറ്റി രൂപീകരിക്കുന്ന കാര്യം നമ്മൾ അടിയന്തരമായി മുന്നോട്ട് പോകുന്നതാണ്. അത് നമ്മുടെ ആവശ്യമായി ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി
ഒരു ഡെവലപ്മെന്റ് അതോറിറ്റി നമുക്കിവിടെ ആവശ്യമാണ്. അത് പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ബ്ലോക്ക് മെമ്പർമാരുടെയും മറ്റെല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ നമുക്ക് വലിയ സാധ്യതകളുള്ള പ്രദേശമാണ് നമ്മുടെ മാമലക്കണ്ടം. ഈ മാമലക്കണ്ടത്തേക്ക് മുഴുവൻ വിനോദസഞ്ചാരികളെയും എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. സാഹസികതയും പ്രകൃതി ഭംഗിയും ഒരുമിച്ച് ചേർന്ന മാമലക്കണ്ടം കൊയിനിപ്പാറ ഓഫ് റോഡ് ഡ്രൈവ് മൺസൂൺ മാജിക്കിന്റെ ഏറ്റവും ജനശ്രദ്ധ നേടിയ പരിപാടികളിലൊന്നായി മാറി. ഹിന്ദു ഐക്യവേദി മൂവാറ്റുപുഴ താലൂക്ക് സമ്പൂർണ്ണ സമിതി യോഗം വിനായക ഹാളിൽ നടന്നു. താലൂക്ക് പ്രസിഡന്റ് ഡോക്ടർ MB അപ്പു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സംഘടനാ സെക്രട്ടറി C ബാബു, താലൂക്ക് ജനറൽ സെക്രട്ടറി CB സജീവ്, താലൂക്ക് ജനറൽ സെക്രട്ടറി NR മുരളി എന്നിവർ പ്രസംഗിച്ചു. ഭൂമി തരംമാറ്റ അപേക്ഷകളിലെ കോടതി ഉത്തരവുകൾ തുടർച്ചയായി അവഗണിച്ച മൂവാറ്റുപുഴ RDOയ്ക്ക് 25,000 രൂപ പിഴ വിധിച്ച ഹൈക്കോടതി. എറണാകുളം ചേരാനെല്ലൂർ സ്വദേശി മനു ആന്റണി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഇടപെടൽ. കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തിയ RDO വീഴ്ചയ്ക്ക് സർക്കാർ അഭിഭാഷകനെ പരിചാരാൻ ശ്രമിച്ചതായും കോടതി രൂക്ഷമായി വിമർശിച്ചു. മനു ആന്റണി തന്റെ ഭൂമി ഡേറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കാൻ നൽകിയ ഫോം 5 അപേക്ഷ കണയന്നൂർ താലൂക്കിൽ ഉദ്യോഗസ്ഥൻ സേവനമനുഷ്ഠിച്ചിരുന്ന കാലത്ത് തള്ളിക്കളഞ്ഞിരുന്നു. വിഷയത്തിൽ വിശദീകരണം നൽകിക്കൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കാനും നേരിട്ട് ഹാജരാകാനും കോടതി RDOയ്ക്ക് നിർദ്ദേശം നൽകിയെങ്കിലും അത് പാലിക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് കോടതി പിഴ ചുമത്തിക്കൊണ്ടുള്ള ഉത്തരവിട്ടത്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ പുന്നോപ്പടി കുഴിപ്പനം മക്കാറിന്റെ ഭാര്യ ചിത്തു 85 നിര്യാതയായി. ഖബറടക്കം നടത്തി പരേത പേഴയ്ക്കാപ്പള്ളി കല്ലുവെട്ടിക്കുഴി കുടുംബാംഗമാണ്. മക്കൾ ഹസൻ, ബഷീർ, നാസർ, ഇസ്മായിൽ, നസീമ. മരുമക്കൾ ബീവി, സൈനബ, സുലൈഖ, ആമിന, മജീദ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.